ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്ലോക് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. മൗനം സമ്മതം സീസൺ 2 ഏറ്റവും പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ വികാരാധീനമായ കുറച്ച് രംഗങ്ങളാണ്. കഥ തുടങ്ങുന്നത് തന്നെ ആകെ തകർന്നു നിൽക്കുന്ന ആശയെയും അശോകിനെയും കാണിച്ചുകൊണ്ടാണ്. അശോക് വിറയ്ക്കുന്ന കൈകളോടെ ആ പേപ്പർ വാങ്ങി വായിക്കുകയാണ്. അതിലെ വരികൾ വായിക്കുമ്പോൾ അശോകിന്റെ മുഖത്ത് പടരുന്ന ആ ഞെട്ടൽ വിവരിക്കാൻ കഴിയില്ല. ഇത് കണ്ട അപ്സരയുടെ അമ്മ ആ സാഹചര്യം മുതലെടുത്ത് അവരെ പരിഹസിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ അപ്പോൾ അവിടുന്ന് ഒളിച്ചോടി ഇങ്ങോട്ട് വന്നതാണല്ലേ എന്ന് അവർ പുച്ഛത്തോടെ ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ടതും അശോകിന് വല്ലാത്ത ദേഷ്യവും അപമാനവും തോന്നുന്നു. അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അശോക് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഒന്നും മിണ്ടാനാകാതെ കരഞ്ഞുകൊണ്ട് ആശയും അവനെ പിന്തുടരുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ജ്യോതിയെയാണ്. അശോകിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അറിവിനായി അവൾ അത്രമേൽ ദാഹിക്കുന്നുണ്ട്. അവൾ ഭരതിനോട് കെഞ്ചിക്കൊണ്ട് പറയുന്നു, ഭരത്, അശോകിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ അതെന്നോട് പറയണം, ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കരുത്. എന്നാൽ ഭരത് അവിടെ വലിയൊരു ചതിയാണ് ചെയ്യുന്നത്. ഞാൻ അവരെ 3 പേരെയും കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല എന്ന് അവൻ കള്ളം പറയുന്നു. ജ്യോതിയുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ അവൻ കാണിക്കുന്ന ആ അഭിനയം ശരിക്കും നമ്മളെ അമ്പരപ്പിക്കും. അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങുന്ന ജ്യോതിയെ സോജ തടയുന്നു. ഇപ്പോൾ ഇവിടെ അമ്മയില്ലല്ലോ, അതുകൊണ്ട് അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. ഇവിടെ വരുന്നവരെ അമ്മ വെറുങ്കയോടെ വിടാറില്ല എന്ന് പറഞ്ഞ് സോജ ജ്യോതിക്ക് ചില സമ്മാനങ്ങൾ നൽകുന്നു. ഈ സമയത്താണ് ഭരത് തന്റെ അടുത്ത നാടകം കളിക്കുന്നത്. ജ്യോതി, ദീപാവലിയായിട്ടും ഞാൻ നിനക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിത്തന്നില്ലല്ലോ. ജോലിത്തിരക്ക് കാരണം ഞാനത് മറന്നുപോയി. അതുകൊണ്ട് ഇതെന്റെ വകയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ വില കൂടിയ ഒരു ജ്വല്ലറി ബോക്സ് അവൾക്ക് നൽകുന്നു. സോജ ഇത് കണ്ട അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രയും വലിയ ഗിഫ്റ്റ് വാങ്ങാൻ ഭരത്തിന് എങ്ങനെ പെട്ടെന്ന് പണം കിട്ടി എന്ന് അവൾ ആലോചിക്കുന്നു. ജ്യോതി അത് വാങ്ങാൻ മടിക്കുമ്പോൾ ഭരത് വീണ്ടും ഇമോഷണലായി സംസാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ അശോക് ഇല്ലല്ലോ, അവന്റെ കൂടി ഉത്തരവാദിത്തം എനിക്കാണ്. ഇത് ഞങ്ങൾ 2 പേരുടെയും ഭാഗത്തു നിന്ന് നൽകുന്നതാണ് എന്നവൻ പറയുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് നിരഞ്ജൻ കാണുന്നുണ്ടായിരുന്നു. ഭരത് തന്റെ കണ്ണിൽ ഒരു സ്ഥാനം പിടിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നിരഞ്ജന് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് സോജ തന്റെ അമ്മയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട്. അമ്മേ, ഭരത് ഇതുവരെ എനിക്ക് പോലും ഇത്രയും വലിയ ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത് ജ്യോതിക്ക് നൽകിയത് എന്ന് അവൾ സംശയത്തോടെ ചോദിക്കുന്നു. അടുത്ത സീനിൽ വീടിന് പുറത്ത് ആകെ വിഷമിച്ചിരിക്കുന്ന അശോകിനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് വീടിന്റെ ഓണർ അവിടേക്ക് വരുന്നത്. അദ്ദേഹം വളരെ സ്നേഹത്തോടെ അശോകിനോട് സംസാരിക്കുന്നു. ഇന്ന് എന്റെ മകളുടെ പിറന്നാളാണ്, നിങ്ങൾ 2 പേരും തീർച്ചയായും വരണം. അവൾക്ക് പിറന്നാൾ ആഘോഷം വലിയ കാര്യമാണ്, അല്ലെങ്കിൽ അവൾ എന്നോട് പിണങ്ങും. ഇപ്രാവശ്യം നല്ലൊരു പാർട്ടി തന്നെ നടത്തുന്നുണ്ട്, നല്ല ഭക്ഷണമെല്ലാം ഉണ്ടാകും എന്ന് അദ്ദേഹം ക്ഷണിക്കുന്നു. അശോക് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം അശോകിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അശോക്, ഞാൻ നിന്നെക്കുറിച്ചുള്ള വാർത്തകൾ ന്യൂസിൽ കണ്ടിരുന്നു. പക്ഷേ നീ വിഷമിക്കേണ്ട. ജീവിതത്തിൽ എല്ലാവർക്കും ഇത്തരം സാഹചര്യങ്ങൾ വരും. ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ഇന്ന് ദുഃഖമാണെങ്കിൽ നാളെ സന്തോഷമായിരിക്കും. ഇതെല്ലാം കടന്നുപോകും എന്ന് അദ്ദേഹം പറയുന്നു. തങ്ങളെ സ്വന്തം കുടുംബത്തെ പോലെ കാണുന്ന ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ട് ആശയ്ക്ക് വല്ലാത്തൊരാശ്വാസം തോന്നുന്നു. അശോക് എനിക്ക് സഹോദരനെ പോലെയും ആശ എന്റെ കുഞ്ഞ് അനിയത്തിയെ പോലെയുമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആശയുടെ കണ്ണു നിറയുന്നുണ്ട്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ആശ സന്തോഷത്തോടെ അശോകിന്റെ അടുത്ത് വന്ന് പാർട്ടിയെക്കുറിച്ച് ചോദിക്കുന്നു. പക്ഷേ അശോക് അവളെ അത്ഭുതത്തോടെ നോക്കി ചോദിക്കുന്നു, ആശേ, നിനക്ക് എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ സന്തോഷമായിരിക്കാൻ കഴിയുന്നത്? നിനക്കൊരിക്കലും വിഷമം തോന്നാറില്ലേ? ഈ ചോദ്യം കേട്ടതും ആശയുടെ സങ്കടം നിയന്ത്രണം വിടുന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് വിഷമം തോന്നാറുണ്ട് അശോക്. നിങ്ങൾ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിന്റെ ഇരട്ടി വേദന തോന്നാറുണ്ട്. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കാത്തതാണ്. ആശയുടെ ഈ വാക്കുകൾ അശോകിനെയും സങ്കടപ്പെടുത്തുന്നു. ഉടനെ തന്നെ അന്തരീക്ഷം മാറ്റാൻ അശോക് ഓരോരോ തമാശകൾ പറഞ്ഞ് ആശയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. കഥ പിന്നീട് നീങ്ങുന്നത് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്കാണ്. സിദ്ധാർത്ഥിന്റെ അനിയത്തിയെ പെണ്ണുകാണാൻ വന്നവർ അവിടെ കാത്തിരിക്കുന്നു. എന്നാൽ അവൾ ഒരുങ്ങാതെ നിൽക്കുന്നത് കണ്ട് അമ്മ ദേഷ്യപ്പെടുന്നു. ജ്യോതി പോയപ്പോൾ അലമാരയുടെ താക്കോൽ കൂടി കൊണ്ടുപോയെന്നും തനിക്ക് ഡ്രസ് എടുക്കാൻ പറ്റിയില്ലെന്നുമാണ് അനിയത്തി പരാതിപ്പെടുന്നത്. ആ സമയത്താണ് ജ്യോതി അവിടേക്ക് വരുന്നത്. താൻ തന്റെ വീട്ടിലേക്ക് പോയതാണെന്ന് പറയുമ്പോൾ അവൾ അഗ്നിഹോത്രി കുടുംബത്തിലെ അംഗമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു. താക്കോൽ കൊണ്ടുപോയതിന് സിദ്ധാർത്ഥം ജ്യോതിയെ വഴക്ക് പറയുന്നുണ്ട്. ദേഷ്യം കാരണം അനിയത്തി ഒരുങ്ങാൻ കൂട്ടാക്കാതെ ആ വേഷത്തിൽ തന്നെ അതിഥികളുടെ മുന്നിലേക്ക് പോകുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് അവൾ താല്പര്യമില്ലാതെ മറുപടി നൽകുന്നത് കണ്ടുവന്നവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവർ ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം ജ്യോതി കാരണമാണെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിന്റെ അമ്മ അവളെ വീണ്ടും ശകാരിക്കുന്നു. നീ കാരണമാണ് എന്റെ മകൾക്ക് മര്യാദയ്ക്ക് ഒരുങ്ങി നിൽക്കാൻ പറ്റാതിരുന്നത് എന്ന് അവർ ദേഷ്യപ്പെട്ട് പറയുന്നു. മറ്റൊരു ഭാഗത്ത് സോജ തന്റെ മകൾ കാവ്യയ്ക്ക് പാൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ്.
പക്ഷേ കാവ്യ വാശി പിടിക്കുന്നു. എന്നെ പുറത്തു കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലല്ലോ. അത് വാങ്ങിത്തരാതെ ഞാൻ പാൽ കുടിക്കില്ല എന്നവൾ പറയുന്നു. ഈ സമയത്താണ് ഭരത് അവിടേക്ക് വരുന്നത്. എന്റെ മകൾക്ക് ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഭരത് അവളെ സന്തോഷിപ്പിക്കുന്നു. അതേസമയം തന്നെ ആശ്രമത്തിൽ വിഷമിച്ചിരിക്കുന്ന അഞ്ജലിയെ കാണിക്കുന്നു. അവിടുത്തെ സ്ത്രീകൾ അഞ്ജലിയെ സന്തോഷിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നു. അവർക്കെല്ലാവർക്കും ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നുണ്ടെന്നും അഞ്ജലിയും വരണമെന്നും അവർ പറയുന്നു. ആദ്യമില്ലെന്ന് പറഞ്ഞെങ്കിലും അവർ നിർബന്ധിച്ചപ്പോൾ അഞ്ജലിയും അവരുടെ കൂടെ പോകാൻ തയ്യാറാകുന്നു. എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്നത് പാർട്ടിക്കായി ഒരുങ്ങുന്ന ആശയെയും അശോകിനെയുമാണ്. ആശ തന്റെ അമ്മ വിവാഹ വാർഷികത്തിന് നൽകിയ പുതിയ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അശോകിനും അമ്മ നൽകിയ ഷർട്ട് അവൾ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ പാർട്ടിക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ലെന്ന് ആശ പറയുന്നു. സമ്മാനം വാങ്ങാൻ കയ്യിലുള്ള പണം നോക്കുമ്പോൾ വെറും 500 രൂപ മാത്രമേയുള്ളൂ. തന്റെ പക്കലുള്ള സ്വർണ്ണ നാണയം വിത്ത് ഗിഫ്റ്റ് വാങ്ങാമെന്ന് ആശ പറയുന്നുണ്ടെങ്കിലും അശോക് സമ്മതിക്കുന്നില്ല. നമ്മുടെ സ്വന്തം അധ്വാനത്തിലുള്ള പണം കൊണ്ട് വേണം സമ്മാനം വാങ്ങാൻ എന്ന് അവൻ പറയുന്നു. ആശ പണം ചില്ലറയാക്കാൻ പോകുമ്പോൾ അശോക് ആകെ അസ്വസ്ഥനാകുന്നു. എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തണമെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കണമെന്നും അവൻ ഗൗരവമായി ആലോചിക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, മൗനം സമ്മതം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ഹൃദയസ്പർശിയായ കുറച്ച് നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത്, അല്ലെ? ഓരോ കഥാപാത്രങ്ങളും കടന്നുപോകുന്ന ആ മാനസികാവസ്ഥ നമ്മളെയും ഒരുപോലെ സങ്കടപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആശയുടെ ആ വാക്കുകൾ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മനസ്സ്, അത് ശരിക്കും ഗ്രേറ്റ് തന്നെയാണ്. അതേസമയം അശോകിന്റെ ആകുലതകളും കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന അയാളുടെ വാശിയും വരും എപ്പിസോഡുകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഭരത് നടത്തുന്ന ആ ചതിക്കുഴികളും എങ്ങോട്ടാണ് അവസാനിക്കുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ജ്യോതിക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമോ, അതോ ഭരത് ഇനിയും തന്റെ നാടകങ്ങൾ തുടരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് അടുത്ത വീഡിയോകൾ ചെയ്യാൻ വലിയൊരു പ്രചോദനമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ എപ്പിസോഡുകളുടെ കൂടുതൽ വിശേഷങ്ങളും സ്പെഷ്യൽ ക്ലിപ്പുകളും അപ്ഡേറ്റുകളുമെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അഷ്ലോക് യൂണിവേഴ്സ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. സീരിയലിലെ ഇഷ്ടപ്പെട്ട രംഗങ്ങളും അധികം ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളുമൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അവിടെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ടാകും. മറക്കണ്ട, അഷ്ലോക് യൂണിവേഴ്സ് ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.